എപ്പോഴാണ് ഈ ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ എല്ലാ പനിക്കും നമുക്ക് ആശുപത്രിയിൽ ഓടി ചെല്ലാൻ പറ്റത്തില്ല, ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലായിരിക്കും. എല്ലാവരും അറിയാവുന്ന പല പനികളും എല്ലാവരും വീട്ടിലിരുന്ന് മരുന്നൊക്കെ കഴിച്ച് പോകുന്നതായിരിക്കാം. ഡേഞ്ചർ സൈൻസ് എന്താണ്, എപ്പോഴാണ് നമ്മൾ കൂടുതൽ നോക്കി നിൽക്കാതെ ഡോക്ടറെ കാണേണ്ടതെന്നുള്ളൊരു കാര്യം. അതിൽ മെയിനായിട്ട് ഹൈ ഫീവർ. ഇപ്പം നമ്മൾ ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ നല്ല 104, 105 ഡിഗ്രി പനി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ ഫീവറിലേക്ക് പോവുക. അപ്പോൾ ഇതെങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളൊരവസ്ഥയാണ്. ഹൈ ഫീവറിൽ പാരസ്റ്റമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഔഷധങ്ങളോ കഴിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി സൈഡ് എഫക്ട് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള കൂടുതൽ. പ്രത്യേകിച്ച് ഷിഗല്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷിഗല്ല ഭക്ഷണത്തിൽ കണ്ടാമിനേഷൻ വഴിയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫീക്കൽ ഓറൽ റൂട്ടിൽ, അതായത് ആരുടെയെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫീസസ് ഉണ്ട് എസ്കലീറ്റയിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം ശുദ്ധിയായിട്ട് വെക്കാത്തിടത്തോ, പിന്നെ അതിന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം പലയിടത്തും ഈ ഐസ് മിക്കവാറും ഷെയ്ക്കിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ഒക്കെ പലയിടത്തും വളരെ സൂക്ഷിച്ചല്ല ചെയ്യുന്നതെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ചുള്ള ഐസ് ഫിൽറ്റേർഡ് വാട്ടർ വെച്ചിട്ടായിരിക്കണമെന്നില്ല ഐസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഐസ് ഉപയോഗിച്ച് ജ്യൂസിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെ ഈയിടെ തന്നെ കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ അത് കണ്ടുപിടിക്കുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഷിഗല്ല ആണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നമുക്ക് ഫുഡ് പാചകം ചെയ്ത് തരുന്നവർ, ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും പാചകം ചെയ്ത് തരുന്നവർക്ക് അവർക്ക് ഇൻഫെക്ഷൻ ആർക്കെങ്കിലും വന്നിട്ടുള്ളവരെ ജോലിക്ക് നിർത്താതിരിക്കുക. അതുപോലെ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷിഗല്ല ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഷിഗല്ലയും വലിയ ഡാമേജിങ് അല്ല, പലതും സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ അറിയണമെന്നില്ല, ഡിസെൻട്രി ആയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കാം. പക്ഷേ അവർ അവരുടെ എക്സ്ക്രീറ്റയിൽ കൂടി ഇത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കും, കാരിയർ പോലെ കുറച്ച് നാൾ നിൽക്കും. ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ രഞ്ജി ജോസ്. ഡോക്ടർ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. വർദ്ധിച്ചു വരുന്ന നിപ്പ, ഷിഗല്ല പോലുള്ള രോഗങ്ങളുടെ പ്രതിരോധ മാർഗങ്ങളും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. താങ്ക് യു, നമസ്കാരം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഷിഗല്ല, നിപ്പ വീണ്ടും വന്നിരിക്കുകയാണ് ഇങ്ങനത്തെ കുറേ അസുഖങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഈ പകർച്ചവ്യാധികൾ വീണ്ടും വരാൻ കാരണം? സീസണലാണ് ഈ പറഞ്ഞ രണ്ട് അസുഖങ്ങളും. ഇതുപോലെ അതിൻ്റെ കൂടെയുള്ള കുറേ അസുഖങ്ങളാണ് നമ്മൾ കൂടുതലും മഴക്കാലത്ത് കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ കൂടുതലും മഴക്കാലത്തെന്ന് പറയുമ്പോൾ വെള്ളം കൂടുതലുള്ള സമയം, മഴ കൂടുതൽ വീഴുന്ന സമയം, കെട്ടി നിൽക്കുന്ന വെള്ളമുള്ള സമയം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാനിറ്റേഷൻ്റെ അപര്യാപ്തകൾ മൂലം നല്ല വെള്ളം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് മലിനജലം മിക്സ് ചെയ്യാനുള്ള സാധ്യത മഴക്കാലത്ത് വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലും ഈ സർഫസ് വാട്ടറിലെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലാണ് ഒത്തിരി കൂടുതൽ. കിണറിലാണെങ്കിലും അങ്ങനെയുള്ള വെള്ളം ഇതൊക്കെ സാനിറ്ററി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മലിനജലവുമായിട്ട് മിക്സ് ചെയ്യാനുള്ള സാധ്യത മഴക്കാലത്ത് ഫ്ലഡിങ് കാരണം, അല്ലെങ്കിൽ ശരിയായ പൈപ്പ് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ കാര്യമോ ഡ്രെയിനേജ് ശരിയായിട്ടില്ലാത്തതിൻ്റെ കാരണം കൊണ്ടോ ഇത് മിക്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കെട്ടി നിൽക്കുന്ന മഴക്കാലത്ത് ഡ്രെയിനേജ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടായാലും, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്തായാലും പുറത്താണെങ്കിലും പാടങ്ങളിലാണെങ്കിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അണുക്കൾ വളരാനുള്ള സാധ്യത, അതുകൊണ്ടാണ് എലിപ്പനി പോലത്തെ ഉള്ള അസുഖങ്ങളൊക്കെ ഈ സമയത്ത് കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ മഴക്കാലത്ത് കൂടുതലുണ്ടാകുന്നതുകൊണ്ട് സീസണലായിട്ടുള്ള അസുഖങ്ങളാണ് ഇത് രണ്ടും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ രണ്ട് അസുഖങ്ങളുടെയും ആദ്യം നമ്മൾ കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് പനി തന്നെയാണ്. സാധാരണ എല്ലാവരുടെ ഒരു ധാരണ മഴക്കാലത്ത് എന്തായാലും പനി വരും. എന്നാൽ എല്ലാ പനിയും നമുക്ക് മഴക്കാല രോഗങ്ങളല്ല. അപ്പോൾ നിപ്പ, ഷിഗല്ല പോലുള്ള അസുഖങ്ങളുടെ ആദ്യത്തെ ലക്ഷണവും പനി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? വളരെ ശരിയായുള്ള ചോദ്യമാണ്. എല്ലാം പനിയായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ സീസണിൽ കൂടുതൽ കാണുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള അസുഖങ്ങൾ ഷിഗല്ല പോലത്തെ, ഡിസെൻട്രി പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ടൈഫോയിഡ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. ഇവയൊക്കെയാണ് വെള്ളം മലിനജലവുമായിട്ട് സമ്പർക്കം കൂടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് കയറുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇതെല്ലാം തുടക്കത്തിൽ പനിയായിട്ടായിരിക്കും തന്നെ വരുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് നിപ്പ പോലത്തെ അസുഖങ്ങൾ. അതൊരു വൈറസ് അസുഖങ്ങളാണ്, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം. അത് കൂടുതലും ഈ വാവൽ അല്ലെങ്കിൽ ബാറ്റ്സ് ആയിട്ട് കോണ്ടാക്റ്റ് വരികയും അവ ഇൻഫെക്ഷനായിട്ടുള്ള ബാറ്റ്സ് അവ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉച്ഛിഷ്ടമായിട്ടുള്ള പഴങ്ങളോ അല്ലെങ്കിൽ അവ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ ഹാർബർ ചെയ്യുന്ന സ്ഥലങ്ങളിലോ നമ്മൾ എത്തിപ്പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്രവങ്ങളോ അവരുടെ ഈ സ്പ്രേ ആയിട്ടുള്ള സാധനങ്ങളും
അവരുടെ എക്സ്ക്രീറ്റ ഇതുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് നിപ്പ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം പനിയായിട്ടായിരിക്കും തുടക്കം വരുന്നത്. അപ്പോൾ നിപ്പ കുറച്ച് വ്യത്യാസമുണ്ട് മറ്റ് അസുഖങ്ങൾ വെച്ച് നോക്കുമ്പം. ബേസിക്കലി ശക്തമായ തലവേദന, കണ്ണിന് കാഴ്ചയ്ക്ക് വ്യത്യാസം വരുന്നതും, ഓർമ്മയുടെ വ്യത്യാസം വരുന്നത്, ഡിസോറിയൻറ്റേഷൻ ആവുന്നതും, അതൊക്കെയാണ് കൂടുതലും വരുന്നത് അതിന് കൂടുതലും. അപ്പോൾ അതായത് ന്യൂറോ സിസ്റ്റത്തിലെയാണ് അത് കൂടുതൽ ബാധിക്കുകയും അങ്ങനെയൊക്കെ ഫിറ്റ്സ് പോലെ വരാനും ഒക്കെ സാധ്യതയുള്ള മുന്നോട്ടാവും തോറും. അപ്പോൾ എല്ലാം തുടക്കത്തിൽ പനിയായിട്ടായിരിക്കും വരുന്നത്. മറ്റ് അസുഖങ്ങൾ ഇപ്പോൾ ടൈഫോയിഡ് ആണെങ്കിലും മഞ്ഞപ്പിത്തമാണെങ്കിലും അതുപോലെ അവയ്ക്ക് രണ്ടുപേരും കൂടുതലുണ്ടാകുന്നത് വയറിൽ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ, ഛർദിയും വയറിളക്കം, വയറുവേദന, അതിനോടൊപ്പം ശക്തമായ പനി തീർച്ചയായിട്ടും. ഇവയെല്ലാം തുടക്കത്തിൽ പനിയായിട്ട് തന്നെ തുടങ്ങുമെങ്കിലും പിന്നീട് ഓരോ അവയവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് കൂടുതൽ മുന്നോട്ട് പോകുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലെപ്റ്റോസ്പൈറ ആണെങ്കിൽ അതുപോലെ തന്നെ തുടക്കത്തിൽ പനിയും മേലുവേദനയായിട്ടാണെങ്കിലും പിന്നീട് കിഡ്നിയെ ബാധിക്കുകയോ ലിവറിനെ ബാധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സിംറ്റംസ് കൂടുതൽ കാണുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു പനി എന്ന് പറയുന്ന സമയത്ത് ഒരു ആദ്യത്തെ ദിവസം എല്ലാം പനിയായിട്ടായിരിക്കും തന്നെ ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് എപ്പോഴാണ് ഈ ഡോക്ടറെ കാണേണ്ടത്. ഇപ്പോൾ എല്ലാ പനിക്കും നമുക്ക് ആശുപത്രിയിൽ ഓടിച്ചെല്ലാൻ പറ്റത്തില്ല, ചെല്ലേണ്ട ആവശ്യം ഉണ്ടായില്ലായിരിക്കും. എല്ലാവരും അറിയാവുന്ന പോലെ പല പനികളും എല്ലാവരും വീട്ടിലിരുന്ന് മരുന്നൊക്കെ കഴിച്ച് പോകുന്നതായിരിക്കാം. ഡേഞ്ചർ സൈൻസ് എന്താണ്, എപ്പോഴാണ് നമ്മൾ കൂടുതൽ നോക്കി നിൽക്കാതെ ഡോക്ടറെ കാണേണ്ടതെന്നുള്ളൊരു കാര്യം. അതിൽ മെയിനായിട്ട് ഹൈ ഫീവർ. അപ്പം നമ്മൾ ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ നല്ല 104, 105 ഡിഗ്രി പനി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ ഫീവറിലേക്ക് പോവുക. അപ്പോൾ ഇതെങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളൊരവസ്ഥയാണ്. ഹൈ ഫീവറിൽ പാരസെറ്റമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഔഷധങ്ങളോ കഴിച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള കൂടുതലാണ്. പിന്നെ വൊമിറ്റിങ്, ശക്തമായ വൊമിറ്റിങ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ നമുക്ക് ഡീഹൈഡ്രേഷനിലേക്ക് പോകാം. നിർജ്ജലീകരണം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. അത് പ്രത്യേകിച്ച് പ്രായം കൂടിയ ആൾക്കാരോ അതുപോലെ കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ളവരോ ഒക്കെ ആണെങ്കിൽ, കിഡ്നി അസുഖങ്ങളോ ഹാർട്ടിൻ്റെ അസുഖങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ വൊമിറ്റിംഗ് വന്നു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഡീഹൈഡ്രേഷനിലേക്ക് പോവുകയും കിഡ്നി ഡാമേജ് ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ടാവും. അതുപോലെ തലവേദന, ശക്തമായിട്ട് തലവേദന എടുക്കുക, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക, ഡിസോറിയൻറ്റേഷൻ ഉണ്ടാകുക, ഇവ ഡീഹൈഡ്രേഷൻ കൊണ്ടുണ്ടാവാം. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ ബാധിക്കുന്ന ജ്വരം വരുമ്പോൾ അല്ലെങ്കിൽ പനി ഒരു ലെവലിൽ കയറിയ കഴിഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അതുപോലെ ഫിറ്റ്സ് പോലെ വരിക എന്നൊക്കെ പറയും. പനിയോടനുബന്ധിച്ച് ഇപ്പോൾ കൊച്ചു കുട്ടികളിൽ ചിലപ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പനി, ഫെബ്രൈൽ സീഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഉള്ള അതൊരു കോമൺ ആയിട്ട് എല്ലാ പനി വരുമ്പോഴും വരുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അല്ലാതെ ഉള്ളവരിലെല്ലാം ഫിറ്റ്സ് പോലെ വരുമോ സാധാരണ ഈ ബ്രെയിനിനെ ഡാമേജ് ഒരു ഇൻഡിക്കേഷനാണത്. അതുപോലെ വയറിളക്കം കണ്ടമാനം. അപ്പം നമുക്ക് അതിലൊക്കെ നമ്മൾ നഷ്ടപ്പെടുന്ന വെള്ളം അതിനനുസരിച്ച് റിപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ കുടിക്കാൻ പറ്റുന്ന വയറിളക്കോ ഛർദിയോ ഉള്ളവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ വക പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ പെട്ടെന്ന് കാണേണ്ടതും. അതുപോലെ വേറെ കാര്യങ്ങൾ, ഈ പനി വരുന്ന സമയത്ത് മേത്തൊക്കെ റാഷ് പോലെ കാണുക, അത് പല അസുഖങ്ങളുടെയും ഹൈ സെപ്റ്റിസീമിയ പോലെയുള്ള അസുഖത്തിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രശ്നമുള്ളതെന്ന് അറിയാമെങ്കിൽ, അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഗുളിക കഴിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ പനിയാണ്, ഒരു വൈറൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശ്വാസം ക്രമാതീതമായിട്ട് ശ്വാസം എടുത്തു വിടുന്നു, ഇതെല്ലാം റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കൂടുതൽ ബാധിക്കുകയും അല്ലെങ്കിൽ ന്യൂമോണിയ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ, കോവിഡ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുടക്കത്തിൽ അറിയുന്നത്. ആ സമയത്ത് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ ഈ നിപ്പ കേസസിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ബാറ്റ് കഴിച്ച അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ ഓടി നടക്കുന്ന കുട്ടികൾ പലപ്പോഴും അവിടുന്ന് പഴങ്ങളെടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് പലതും നമ്മൾ ബാറ്റ് കടിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പാരൻസ് ചെയ്യുന്നൊരു കാര്യം, അത് ആ എന്തെങ്കിലും ഉള്ളൊരു ഭാഗം മാത്രം ചെത്തിയിട്ട് ബാക്കി ഫ്രൂട്ട് കഴിക്കാൻ കൊടുക്കാറുണ്ട്. അത് ആക്ച്വലി ശരിയാണോ? ഇതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നിപ്പ പകരുന്നത് നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാറ്റ്സ്. നിപ്പ അതിന് മറുവശം പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള അസുഖമല്ല, വളരെ റെയറായിട്ടാണ് വരുന്നത്, വളരെ കുറച്ച് പേരെയാണ് അത് ആദ്യമേ ബാധിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കറിയാവുന്ന പോലെ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു കേസ് കണ്ടുപിടിക്കുകയോ അതിനോട് സംശയമുള്ള സീസണാണ്, പകരാൻ സാധ്യതയുള്ള സമയമുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് വാർണിംഗ് പുറപ്പെടുവിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയങ്ങളിൽ, അല്ലാതെ നമുക്കിപ്പോൾ കേരളത്തിലുടനീളം നമ്മൾ താഴെ വീണ പഴം കഴിക്കരുത് എന്ന് പറയുന്നത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ഹെൽത്ത് വാർണിംഗ് ഉള്ള സമയത്ത് ഇതിനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും. അപ്പോൾ നമുക്കറിയാം ഈ ബാറ്റ് കടിക്കുന്ന ആണെങ്കിൽ, ഫ്രൂട്ടാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയ വർഷം നമ്മൾ ഈ കടിച്ചത്, ബാക്കി അല്ലാതെ നമ്മളിപ്പോൾ അവരുടെ നഖം കൊണ്ടതാകാം, മാന്തിയതാകാം, കാർന്ന് തിന്നിട്ട് പോയതാവാം, അതൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഡാമേജ് ഉള്ള പഴങ്ങൾ ഭക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് സേഫ്. അതിൽ രണ്ട് അഭിപ്രായമില്ല. പ്രത്യേകിച്ച് ഇങ്ങനൊരു വാർണിംഗ് ഉള്ള സമയത്താണെങ്കിൽ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ സമയത്ത് ഈ വാവലിൻ്റെ വേറൊരു സ്വഭാവമാണ് കള്ള്. അതെന്നൊക്കെ കുടിക്കാൻ പോവുകയും അവിടെ ചെന്ന് അതിൻ്റെ സ്രവങ്ങളും സലൈവയും ഒക്കെ അതിലൊക്കെ വീഴാനുള്ള സമയമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പാസ്ചറൈസേഷനോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന കള്ള് നേരിട്ടെടുത്തൊക്കെ കുടിക്കുന്നതും ഈ സമയത്ത് ഇങ്ങനെ അതൊരു കോമൺ കാരണമാണ് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ളത് ഈ സമയത്ത്. അപ്പോൾ അത് ഈ പറഞ്ഞാൽ വാർണിംഗ് ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എന്തൊരു അസുഖം വന്നാലും വീട്ടിൽ തന്നെ നമ്മൾ ചികിത്സിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പാരസെറ്റമോൾ കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമരുന്നുകളാവാം. അത് എന്ത് കൊടുത്തിട്ടാണേലും ഇപ്പോൾ സാറി പറഞ്ഞ പോലെ ഒരു പനി വന്നിട്ട് റാഷസ് കണ്ടാലും നമുക്കതിന് വീട്ടിലൊരു മരുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇൻ കേസ് അത് നമുക്കൊരു നിപ്പയോ ഷിഗല്ലയോ എന്തെങ്കിലും ആയിരിക്കാം. അത് ഏതെങ്കിലും തരത്തിൽ അത് വേഴ്സ് ആക്കാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിഗല്ല ആയാലും ടൈഫോയിഡ് ആണെങ്കിലും അതല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും ഇത് ഒരു പരിധി വരെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഷിഗല്ല ആയാലും ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിലും. പക്ഷേ ഇത് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കാണ് ഇത് ക്രമാതീതമായി കൂടിയിട്ട് ഓർഗൻ ഡാമേജിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീട്ടിലിരുന്ന് ചികിത്സിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറച്ച് വാർണിംഗ് സൈൻ വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഷിഗല്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഷിഗല്ല ഭക്ഷണത്തിലെ കണ്ടാമിനേഷൻ വഴിയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫീക്കൽ ഓറൽ റൂട്ടിൽ, അതായത് ആരുടെയെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫീസസ് ഉണ്ട് എസ്കലീറ്റയിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വെള്ളം ശുദ്ധിയായിട്ട് വെക്കാത്തിടത്തോ, പിന്നെ അതിന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം പലയിടത്തും ഈ ഐസ് മിക്കവാറും ഷെയ്ക്കിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ഒക്കെ പലയിടത്തും വളരെ സൂക്ഷിച്ചല്ല ചെയ്യുന്നതെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഉപയോഗിച്ചുള്ള ഐസായി ഫിൽറ്റേർഡ് വാട്ടർ വെച്ചിട്ടായിരിക്കണമെന്നില്ല ഐസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഐസ് ഉപയോഗിച്ച് ജ്യൂസിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെ ഈയിടെ തന്നെ കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ അത് കണ്ടുപിടിക്കുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നടക്കാവുന്ന ഒരു സമയവും കൂടെയാണ്. അപ്പം അങ്ങനെയുള്ള ഇൻഫെക്ഷനുള്ള വെള്ളം അപ്പം ഭക്ഷണത്തിൽ കയറി. അതുപോലെ കട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നിടത്താണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ നിന്നൊക്കെ അണുക്കളുണ്ടാകാം. ഷിഗല്ല നല്ല പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ഷിഗല്ലയുടെ ബാക്ടീരിയ നമ്മൾ മറ്റ് ഇൻഫെക്ഷന് പോലെയല്ല. നമ്മൾ പറയുമ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ ചെറിയ അണുക്കളുടെ കാര്യമാണ് നമ്മൾ ബാക്ടീരിയ എന്ന് പറയുന്നത്. അത് 10 മുതൽ 100 വരെ മതി ഇത് നമ്മുടെ വെള്ളത്തിലോ ഭക്ഷണത്തിലോ എത്തിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട്. അതേസമയം ടൈഫോയിഡ് പോലത്തെയുള്ള ബാക്ടീരിയയൊക്കെ ആണെങ്കിൽ 1000, 1500, 2000 അങ്ങനെയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാളും ഒരു 10 ഇരട്ടി കൂടുതൽ ചെന്നാലാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പര്യാപ്തം. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ ചെറിയ ഡോസ് പോലും കയറിയാൽ മതി. അപ്പോൾ അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത് വെള്ളത്തിൽ ഇപ്പം നമുക്കത് പ്രിക്കോഷനായിട്ട് ചെയ്യാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം കൃത്യമായിട്ട് ശുദ്ധീകരിച്ചതാണോ എന്ന് നോക്കുക. അപ്പോൾ പ്രിക്കോഷൻ ഈ സമയത്ത് ഈ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ കഴിയുന്നതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയമാണെന്നൊരു നോട്ടിഫിക്കേഷനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വെള്ളം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പാചകം ചെയ്യുന്ന വെള്ളത്തിന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തുനിന്ന് ഇതുപോലെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ കഴിക്കുമ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൃത്യമാണെന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. അതുപോലെ ഡോക്ടർ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിൽ ഇതുപോലെ ഇങ്ങനെ സാർ ഈ പറഞ്ഞ പോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അവർക്കുള്ളൊരു ടെൻഷൻ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖം വരുമോ, വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയുള്ളൊരു സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് എക്സ്റ്റേണൽ ആയിട്ട്. അങ്ങനെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണോ? സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ സപ്ലിമെൻറ്റ്സ് ഇതൊന്നും പ്രിവെൻറ്റ് ചെയ്യത്തില്ല. ഇപ്പം ഷിഗല്ല നമുക്കുണ്ടാവുന്ന അസുഖം ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ പിടിക്കാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് തടയാൻ നമ്മൾ ഈ പറഞ്ഞ ഹൈജീൻ മെഷേഴ്സ് വളരെ ശ്രദ്ധിക്കുക.
അത് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഷിഗല്ല ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ എടുത്തു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ശക്തി കുറയാനൊന്നും സാധ്യതയില്ല. അപ്പം ഹൈജീൻ മെഷേഴ്സ് നമ്മൾ ഈ കിട്ടുന്ന ഭക്ഷണത്തിൽ നല്ല വെള്ളത്തിലാണ് പാചകം ചെയ്യുന്നത് ഉറപ്പാക്കുന്നത് പോലെ തന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശരിയായിട്ട് കൈ കഴുകുക. എന്ത് ഭക്ഷണം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ കൊണ്ടുവന്നാൽ അത് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളം എടുക്കുന്ന വെള്ളം ഉപയോഗിക്കുക. ഇതൊക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇത് തന്നെയാണ് ടൈഫോയിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം ഫ്രൂട്ട് സാലഡ് ഇങ്ങനത്തെ സാധനം അതായത് റോ ആയിട്ടുള്ള ഭക്ഷണം വെച്ച് ഉപയോഗിക്കുന്ന സാലഡ്സ് ഇതൊക്കെ പാകം ചെയ്യുന്നിടത്താണ് ഇതെല്ലാം കൂടുതൽ വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അതിന് വളമായിട്ട് ഉപയോഗിക്കുന്ന ചിലപ്പം ഹ്യൂമൻ മാനുവർ ഉപയോഗിക്കുന്നിടമുണ്ടാവും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാകുമ്പം പാചകം ചെയ്യുന്ന കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇരുന്ന് തണുത്ത സാധനങ്ങളും അങ്ങനത്തെ പാചകം ചെയ്ത് ഇരുന്ന് കുറച്ച് നേരം വെച്ചിട്ട് തണുത്ത സാധനങ്ങൾ കഴിയുന്ന ഒഴിവാക്കാമെന്ന് പറയാം. അതുപോലെ റീഹീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലെപ്റ്റോസ്പൈറ എലിപ്പനി മഴക്കാലത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിയും ലിവറിനെയും ഒക്കെ പെട്ടെന്ന് ബാധിക്കാം. അപ്പോൾ എന്നാൽ മരുന്ന് മര്യാദയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ അറിയാൻ പറ്റുവാണെങ്കിൽ ശരിയാവാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ ഇപ്പം മലിനജലത്തിൽ ഇപ്പോൾ പണിയുന്നവരാവാം, കർഷകരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം, ഇവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ തലവേദനയും പനിയായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി പേഷ്യൻ്റ് പറയുകയാണ് നമുക്ക്. അതാണ് അവരുടെ നിന്ന് നമ്മൾ ഡോക്ടർ എന്നുള്ള മട്ടിൽ കൂടുതൽ കൃത്യമായിട്ട് പറയുകയാണ്. ഇപ്പം അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുകയും അല്ലെങ്കിൽ ഈ ചിലർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയവരോ അല്ലെങ്കിൽ കനാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയവരോ പാടത്ത് പണിയാൻ ഇറങ്ങിയവരോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ലെപ്റ്റോസ്പൈറയ്ക്കുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ലൈനിൽ മുന്നോട്ട് നോക്കാറുണ്ട്. പിന്നെ ലെപ്റ്റോസ്പൈറ എലിപ്പനിക്കാണെങ്കിൽ നമുക്കതിന് പ്രോഫിലാക്റ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക് ഡോക്സിസൈക്ലിൻ എന്നൊക്കെ മരുന്നുകളുണ്ട്. ഇങ്ങനെ ഹൈ റിസ്ക് കാറ്റഗറി ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആഴ്ചയിൽ 2 ഗുളിക വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും അത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം കാല് അതുപോലെ ചെളിയ വെള്ളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല വെള്ളം കൊണ്ട് ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴുകി ലെപ്റ്റോസ്പൈറയുടെ അണുക്കൾ നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ബോഡിയിലേക്ക് കയറാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ സീസണൽ അസുഖങ്ങളെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവെ കുട്ടികളുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. കുട്ടികളെ മഴയത്ത് ഇറക്കാറില്ല, തണുത്തത് കൊടുക്കാറില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കുള്ളൂ. പക്ഷേ സീസണൽ അസുഖങ്ങൾ അഡൽട്സിൽ എങ്ങനെയാണ്? സീസണിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ സാനിറ്ററി ലാപ്സസും കൊണ്ട് കൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വീടിന് ഉള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലും കൺട്രോളുണ്ട്, നോക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പരിധി വരെ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷിഗല്ല ആണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നമുക്ക് ഫുഡ് പാചകം ചെയ്ത് തരുന്നവർ ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും പാചകം ചെയ്ത് തരുന്നവർക്ക് അവർക്ക് ഇൻഫെക്ഷൻ ആർക്കെങ്കിലും വന്നിട്ടുള്ളവരെ ജോലിക്ക് നിർത്താതിരിക്കുക. അതുപോലെ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷിഗല്ല ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഷിഗല്ലയും വലിയ ഡാമേജിങ് അല്ല. പലതും സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ അറിയണമെന്നില്ല. ഡിസെൻട്രി ആയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അത് സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കാം. പക്ഷേ അവരുടെ എക്സ്ക്രീറ്റയിൽ കൂടി ഇത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. കാരിയർ പോലെ കുറച്ച് നാൾ നിൽക്കും. അപ്പം അസുഖം മാറിയെന്ന് പറഞ്ഞാലും ഒരു 2 ആഴ്ചത്തേക്കൊക്കെ ഇവർ ഇത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അസുഖം വന്നവരൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതലെങ്കിലും അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് വേണം അതിന് ജോലിക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട്. അപ്പം വെള്ളം കുടിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ ഒരാളെ കൈകാര്യം ചെയ്യാൻ പനിയുള്ളവരെ കൈകാര്യം ചെയ്യലാണെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഹൈജീൻ എടുക്കുക. മാസ്ക് ഉപയോഗിക്കുന്ന കാര്യമാണെങ്കിലും കോണ്ടാക്റ്റ് വരേണ്ട അവരുടെ ഫ്ലൂയിഡ്സ് ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് പ്രിക്കോഷൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കെയർലെസ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള അസുഖങ്ങളാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ പ്രിക്കോഷൻ എടുക്കും. ഇപ്പോൾ കോവിഡൊക്കെ കൂടുതലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ മാസ്കൊക്കെ കൂടുതൽ വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു പരിധി വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ ആരും പൊതു സ്ഥലത്ത് വെക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഇപ്പോൾ ഈ സീസണിൽ ഫ്ലൂ, ഇൻഫ്ലുവൻസ, H1N1, കോവിഡൊക്കെ വളരെയധികം പെട്ടെന്ന് കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പകർച്ചപ്പനി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാണുന്ന ഈ സമയത്ത്. പക്ഷെ അത് കൂടുതലും നമ്മൾ അറിയുന്നത് ആരെങ്കിലും ട്രാവലിന് പോയി, ഇൻ്റർനാഷണൽ ട്രാവലിന് പോയി, അത് എയർപോർട്ടിലോ ഒത്തിരി പേരായിട്ട് കാണുന്നു, പ്ലെയിനിൽ ഒരുമിച്ചിരുന്നു, അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ദൂരോട്ട് പോയിട്ട് വരുന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മരണ വീട്ടിൽ പോയിട്ട് വരുന്നു, ഇങ്ങനെ വരുന്നവർക്കാണ് പ്രത്യേകിച്ച് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ പനിയായിട്ട് വരുന്നവരോട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തന്നെ അതും പറയുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങി, അല്ലെങ്കിൽ കുറേ ചുമയ്ക്കുന്നവരുണ്ടായിരുന്നു പ്ലെയിനിൽ കയറി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താ ഈ പറഞ്ഞ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? മാസ്ക് ഉപയോഗിക്കുക. അപ്പോൾ N95 മാസ്കോ അങ്ങനെ അറ്റ്ലീസ്റ്റ് പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അത് ഉപകരിക്കും. അതുപോലെ ഡോക്ടർ കോവിഡ് കഴിഞ്ഞ ടൈമില് ഇപ്പോൾ കുറച്ചായല്ലോ കോവിഡൊക്കെ കഴിഞ്ഞിട്ട്. നമുക്കിപ്പോൾ കുറേ പേർക്ക് പോസ്റ്റ് കോവിഡ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് പല പല ആളുകൾ അവർ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഈ നിപ്പ, ഷിഗല്ല അങ്ങനെ ഈ 2 അസുഖങ്ങൾക്ക് തന്നെ എന്തെങ്കിലും പോസ്റ്റായിട്ട് എന്തെങ്കിലും സിംപ്റ്റംസ് തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പ അത്ര കോമൺ അല്ല, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ അതിനെപ്പറ്റി കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും നിപ്പ അസുഖം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പനി, ഹൈ ഫീവറൊക്കെ വന്ന് തലച്ചോറിനെ ബാധിക്കുന്നതാണ് അടുത്ത സ്ഥിതി. അതായത് എൻകെഫലൈറ്റിസ് എന്ന് പറയും, ബ്രെയിൻ ഡാം. പക്ഷെ അത് വളരെ പെട്ടെന്ന് ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായ മരുന്നുകൾ കാര്യമായിട്ട് ഏക്കത്തില്ല. അതായത് അതിൻ്റെ എഫക്റ്റ് വന്നു കഴിഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സീഷേഴ്സ് വരികയും ഓർമ്മക്കേട് വരിക, അല്ലെങ്കിൽ ഈ ഡിസോറിയൻറ്റഡ് ആവുക, ഇതിൽ നിന്ന് നമ്മൾ മരുന്നെല്ലാം കൊടുത്തൊക്കെ റിക്കവർ ചെയ്ത് വന്നാൽ പോലും ഇപ്പം ഈ നിപ്പയൊക്കെ വന്ന് ബ്രെയിൻ ഡാമേജ്, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60% മരണ റേറ്റ് ഉണ്ട്. അത്രയും അതിൽ കുറച്ച് പേരൊക്കെ രക്ഷപ്പെടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രക്ഷപ്പെട്ട് വരുമ്പോഴും ഈ റെസിഡുവൽ ബ്രെയിൻ ഡാമേജ് ലീഷൻസ് കാണും. അത് 100% പഴയ പോലെ ആവണമെന്നില്ല രക്ഷപ്പെട്ട് വന്നാലും. അത് ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലം തന്നെയാണ്. അതുപോലെ ഷിഗല്ല ആണെങ്കിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് ഷിഗല്ല വരുമ്പം പെട്ടെന്ന് ജലാംശം നഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടാകും. അതിന് ഷിഗല്ലയ്ക്ക് പ്രത്യേകിച്ചുള്ള ബാക്കിയുള്ള വയറിളക്കം ഉണ്ടാക്കുന്ന പല ബാക്ടീരിയയും വൈറസൊക്കെ ഉണ്ടെങ്കിലും ഇതിന് എൻഡോടോക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുടലിൽ അതുവഴി നമ്മുടെ ഉള്ളിൽ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ, ബ്ലഡ് സ്ട്രീം വഴി കയറിക്കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിയുടെ ട്യൂബ്യൂൾസിനെ ഡാമേജ് ചെയ്യുന്നത്. അതിൻ്റെ എന്തെത്തില്ല ലൈനിങ് സെൽസൊക്കെ ഡാമേജ് വരുത്തുന്നു. അപ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ്സൊക്കെ പോയി ബ്ലോക്ക് ആവുന്നു. അപ്പോൾ അതുവഴി പോകുന്ന രക്താണുക്കൾ അവിടെ ഡാമേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിഡ്നി ഫെയിലിയറിലേക്ക് വളരെ പെട്ടെന്ന് പോകും. അപ്പോൾ അതുപോലെ രക്തത്തിൻ്റെ ഹീമോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ അതുവഴി പോകുന്ന ബ്ലഡ് സെൽസും പൊടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നത്തിലേക്കും പോകും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജിലേക്കാണ് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് കയറി വരാൻ ഡയാലിസിസ് കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികളായിട്ട് തിരിച്ച് എല്ലാവരും തന്നെ തിരിച്ച് പൂർണ്ണ നോർമലിലേക്ക് വരാനൊന്നുമില്ല. അതാണ് ഷിഗല്ലയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ആഫ്റ്റർ റിക്കവറി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? റിക്കവറി തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാവാം, അതുപോലെ ഈ ഹിമോളിറ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കയറി വരാനായിട്ട് പാടാണ്. അതിന് പല ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പിയും ഡയാലിസിസ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ് അതിനും വേണ്ടി വരിക. അപ്പോൾ നമ്മളത് പലപ്പോഴും അതിന് മുന്നേ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ആ ലെവലിലേക്ക് എത്താതെ തന്നെ നോക്കാൻ പറ്റുന്നതാണ്. ഈ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യുകയും നേരത്തെ ആൻറ്റിബയോട്ടിക് തുടങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഷിഗല്ലയിലാണെങ്കിലും ഡിസെൻട്രിയിലാണെങ്കിലും അത് കുറേ ആ ലെവലിലേക്ക് എത്താതെ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിപ്പയാണെങ്കിലും ഷിഗല്ലയാണെങ്കിലും ഫസ്റ്റ് കാണിക്കുന്ന സിംപ്റ്റം പനിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും അവർ ആക്ച്വലി നമ്മുടെ ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്കൊരു ചികിത്സ തരുന്നുണ്ടാവുക. അത് എഫക്റ്റീവ് ആണോ? അങ്ങനെ ലക്ഷണങ്ങൾ വെച്ചിട്ട് പനി എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷണമാണ്. ആ ഒരു ലക്ഷണം കണ്ടിട്ട് ഇതായിരിക്കും എന്നുള്ളൊരു ചികിത്സ തരുന്നത്. അല്ല പനി എന്നല്ല, നമ്മൾ ആദ്യത്തെ ദിവസം പനി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർണിംഗ് സൈൻസും സിംറ്റംസും എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സിംറ്റം. ഇപ്പം ഷിഗല്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടാകുന്നത് പനി മാത്രമല്ല, വയറ് പ്രശ്നങ്ങൾ, ലൂസ് ടൂൾസ്, പെട്ടെന്ന് വയറിളക്കം പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോഴാണ് പിന്നെ നമ്മൾ നേരത്തെ ഹിസ്റ്ററി പറയാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ടുള്ള അതും കൂടെ കൂട്ടി നോക്കുന്നത്. അപ്പം നമ്മൾ ബ്ലഡിലെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അതറിയുക. അതുപോലെ സ്റ്റൂൾ കൾച്ചറും സ്റ്റൂൾ റൂട്ടീൻ ടെസ്റ്റുകളും ഒക്കെ ആണ് അന്നേരം വേണ്ടി വരിക. അപ്പോൾ അല്ലാതെ എംപിരിക്കലായിട്ട് നമ്മൾ ഇതുകൊണ്ട് മാറുമെന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. സ്പെസിഫിക്കായിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ സിംറ്റംസ് നമ്മൾ വീട്ടിലിരുന്ന പരിപാടിയാണ് ഈ പാരസെറ്റമോൾ കഴിച്ച് നോക്കാമെന്ന് പറയുന്നത്. സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അലേർട്ടായിട്ടിരിക്കുകയും അതിൻ്റെ പുറകെ ബാക്കി കൂടുതൽ പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും പ്രശ്നം ഡാമേജിലോട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലോട്ടോ പോകുന്നുണ്ടെന്ന് മുന്നേ കൂട്ടി കണ്ടുപിടിക്കുകയും ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പം നിപ്പയാണെങ്കിലും ഇതുപോലെ പനി തുടങ്ങുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നുന്നുണ്ട്, തലവേദന കൂടുതൽ, നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അലേർട്ടായിട്ടിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ ഉള്ള സമയം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കൂടുതലും ഇങ്ങനെ ഒരു സംശയം വരും, തലവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതായിരിക്കാമെന്നുള്ളത്. അപ്പോൾ കഴിയുന്ന നേരത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം അവൈലബിൾ
മരുന്നുകൾ ഉണ്ടെങ്കിൽ ഉള്ളത് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പികളുണ്ട്, ഓട്ടോ ആൻറ്റിബോഡീസൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇമ്മ്യൂണോതെറാപ്പി നേരത്തെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രെയിൻ ഡാമേജിലോട്ടോ എൻകെഫലൈറ്റിസിലോട്ടോ ഒന്നും പോവാതിരിക്കാനായിട്ട് ആ സമയത്ത് വേണം ചെയ്യാനായിട്ട്. എൻകെഫലൈറ്റിസ് സീഷേഴ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനും ബുദ്ധിമുട്ടാണ്, റെസിഡുവൽ ഡാമേജ് കാണുകയും ചെയ്യും. അപ്പോൾ അത് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഈ ഡിസീസസ് അഡൽട്ട്സിലും കിഡ്സിലും ഒരേപോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക? കാണുന്നത് ഒരുപോലെയാണ്. പക്ഷേ കിഡ്സിന് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് അത് റിക്കവർ ചെയ്യാനായിട്ട് മരുന്നുകൾ കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കിഡ്നി ഫെയിലിയറൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഈ ഡീഹൈഡ്രേഷൻ അഡൽട്ട്സിനുള്ള അത്രയും പോലെ താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിഡ്നിക്കൊക്കെ പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി അവരുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ അളവ് കുറവല്ലേ, അപ്പം അത്രയും വയറിളകിയോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്തോ അത്രയും ഫ്ലൂയിഡ് ഇപ്പം 1 ലിറ്റർ ഒരു കുട്ടിയുടെ നിന്ന് പോകുന്നതും 1 ലിറ്റർ വലിയൊരാളുടെ നിന്ന് നഷ്ടപ്പെടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മൾ ഈ സീസണലായിട്ട് മഴക്കാലം വരുമ്പോൾ കൂടുതലും വെള്ളത്തിൻ്റെ കാര്യമാണ്. ശുദ്ധമായ വെള്ളം കുടിക്കാനും അതുപോലെ ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ ഹാൻഡ് ഹൈജീൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴോ അത് നമ്മൾ ഹാൻഡ് ഹൈജീൻ വളരെ ശ്രദ്ധിക്കുക. പിന്നെ പകരാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റ് അസുഖം നമുക്ക് പകർന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോണ്ടാക്ട് പ്രിക്കോഷൻസ്, നമുക്ക് അസുഖമുള്ള ഒരാളെ അല്ലെങ്കിൽ പനിയുള്ള ഒരാളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ സെക്രീഷൻസ് സ്രവം നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കൂടുതലായിട്ട് എടുക്കുക. പനി വരുമ്പോൾ തുടക്കത്തിലേ തന്നെ വാർണിംഗ് സിഗ്നംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവേദന, ഛർദി, ഡിസോറിയൻറ്റേഷൻ, അല്ലെങ്കിൽ ലൂസ് ടൂൾസ്, മേത്ത് റാഷ് വരിക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഡോക്ടറെ കാണുകയോ നിർദ്ദേശിക്കപ്പെടുന്ന പരിശോധനകൾ ചെയ്യുക വേണ്ടത്. പിന്നെ കൃത്യമായ ഒരു ഹിസ്റ്ററി ഡോക്ടറെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിപ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും ടൈഫോയിഡിൻ്റെ ആണെങ്കിലും കൃത്യമായ ഹിസ്റ്ററിയും കൂടെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡയഗ്നോസിസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ലിറ്ററലി ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴത്തെ ഒരു സിനേറിയോയിൽ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.